നമസ്കാരം. ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. NIA രജിസ്റ്റർ ചെയ്ത തീവ്രവാദവുമായി ബന്ധപ്പെട്ട കേസുകളിലെ വിചാരണ അനന്തമായി നീളുകയാണെന്നും ആരോപണ വിധേയരെ എല്ലാക്കാലത്തും തടവിൽ വിടാൻ കഴിയില്ല എന്നും സുപ്രീം കോടതി. രാജ്യത്ത് മതിയായ പ്രത്യേക NIA കോടതികളുടെ അഭാവം ചൂണ്ടിക്കാട്ടിയ സുപ്രീം കോടതി NIA കേസുകൾ പരിഗണിക്കാനായി പ്രത്യേക കോടതികൾ രൂപീകരിച്ചില്ലെങ്കിൽ വിചാരണ തടവുകാരെ ജാമ്യത്തിൽ വിട്ടയക്കേണ്ടി വരുമെന്ന് കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകി. മഹാരാഷ്ട്രയിലെ ഗാഡ്ചിറോളിയിലെ കുഴിബോംബ് സ്ഥാപിച്ച 15 പോലീസുകാരെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ചേർക്കപ്പെട്ട കൈലാഷ് രാംചന്ദ്രയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവേ ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റേതാണ് വാക്കാലുള്ള ഈ നിരീക്ഷണം. കേസ് പരിഗണിക്കവേ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം, മഹാരാഷ്ട്ര സംഘടിത കുറ്റകൃത്യ നിയന്ത്രണ നിയമം തുടങ്ങിയ നിയമങ്ങൾ പ്രകാരമുള്ള കേസുകളുടെ വിചാരണയ്ക്ക് പ്രത്യേക കോടതികൾ ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും കോടതി ഉണർത്തി. പ്രത്യേക കോടതികൾ സ്ഥാപിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് വീഴ്ച ആവർത്തിച്ചാൽ അടുത്ത ദിവസം തന്നെ പ്രതികളുടെ ജാമ്യാപേക്ഷ മെറിറ്റ് അടിസ്ഥാനത്തിൽ പരിഗണിക്കുമെന്നും ഇത് അവസാന അവസരമാണെന്നും 2 അംഗ ബെഞ്ച് കേന്ദ്ര സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. വിചാരണ അനാവശ്യമായി വൈകുന്ന കേസുകളിൽ കോടതികൾക്ക് ജാമ്യം നൽകുകയില്ലാതെ മറ്റു മാർഗമില്ല എന്നും കോടതി പറഞ്ഞു. നേരത്തെ കേസ് പരിഗണിക്കവേ മെയ് 23-ന് സുപ്രീം കോടതി കേന്ദ്രത്തിന്റെ പ്രതികരണം തേടിയിരുന്നു. ഇത്തരം കേസുകളിൽ ദൈനംദിനാടിസ്ഥാനത്തിൽ വിചാരണ നടക്കണമെന്ന് അന്നേ കോടതി ആവശ്യപ്പെട്ടു. എന്നാൽ വേഗത്തിൽ വിചാരണ നടത്താൻ ഫലപ്രദമായ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നും കോടതി നിരീക്ഷിച്ചു. നിങ്ങൾക്ക് പ്രോസിക്യൂഷൻ വേണം, പക്ഷേ വേഗത്തിൽ വിചാരണ വേണ്ട അല്ലേ? കോടതി ചോദിച്ചു. നിലവിലുള്ള ഒരു കോടതിയെ പ്രത്യേക NIA കോടതിയാക്കി മാറ്റാനാക്കില്ല എന്നും സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചു. നിലവിലുള്ള കോടതിയെ പ്രത്യേക കോടതിയാക്കി മാറ്റുന്നത് മറ്റു വിചാരണ തടവുകാരോടുള്ള അനീതിയാണ്. ദാമ്പത്യ കേസുകളിൽ ഉൾപ്പെടെ മുതിർന്ന പൗരന്മാരടക്കം നിരവധി പേർ ജയിലിലുണ്ട്. അവരുടെയെല്ലാം വിചാരണ ഇത് ബാധിക്കുമെന്നും പൗരന്മാർ അനന്തമായി ജയിലിൽ കിടക്കുന്നത് ജീവിക്കാനുള്ള അവകാശത്തിന്റെ ലംഘനമാണെന്നും കോടതി വ്യക്തമാക്കി. ഹർജിയിൽ മറുപടി നൽകാൻ കോടതി കേന്ദ്ര, മഹാരാഷ്ട്ര സർക്കാരുകൾക്ക് ഒരു അവസരം കൂടി ഇപ്പോൾ നൽകിയിരിക്കുകയാണ്.